ഓം ശാന്തി. 6/12/69 അവ്യക്ത ബാബ്ദാദ. मुरली सारम. सरल स्वभाव से बुद्धि को विशाल और दूरांदेशी बनाओ. सरल स्वभावത്തിലൂടെ ബുദ്ധിയെ विशालവും दीर्घवीक्षणമുള്ളതുമാക്കൂ. आज की सभा में कौन सी विशेष खुशबू भी है और विशेष आकर्षण भी है. ഇന്നത്തെ സഭയിൽ ഏത് വിശേഷിച്ച് സുഗന്ധമുണ്ട്, അതേപോലെ വിശേഷ ആകർഷണവുമുണ്ട്. സ്നേഹത്തോ സബീക ഹൈ, സ്നേഹം എല്ലാവരുടേതുമുണ്ട്. ആപ്കോ കിസ്ലിയെ ബുലായ ഹൈ, നിങ്ങളെ എന്തിനു വേണ്ടിയാണ് വിളിപ്പിച്ചത്. ഐസെ സമझे कि यह जो भी सभी आए हैं वह वापस जाने के लिए तैयार होकर आए हैं. ആരെല്ലാം ഇപ്പോഴിവിടെ വന്നിട്ടുണ്ടോ എല്ലാവരും തിരിച്ചു പോകുന്നതിന് തയ്യാറായിട്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കട്ടെ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സഭയിൽ വിശേഷിച്ച് ഏത് സുഗന്ധമാണുള്ളത്, അതേപോലെ വിശേഷിച്ച് ആകർഷണവുമുണ്ട്. അപ്പം ബാബ ചോദിക്കുകയാണ്, സ്നേഹം എല്ലാവർക്കും ബാബയുടെ ഉണ്ട്. അപ്പോൾ ഇന്ന് വിശേഷിച്ച് എന്തിനു വേണ്ടിയാണ് ബാബ കുട്ടികളെ വിളിപ്പിച്ചത്. എവർ റെഡി ജോ ഹോത്തെ ഹേ വഹ് സദൈവ് തയ്യാർ ഹി ഹോത്തെ. എവർ റെഡിയായിട്ട് ആരുണ്ടോ അവരെപ്പോഴും തയ്യാറാണ്. ബുലാവാ ഹുവ और एक सेकंड में अपना रहा हुआ सभी कुछ समेट भी सकते और जंप भी दे सकते. വിളി വരുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവശേഷിച്ചിട്ടുള്ളതെല്ലാം ഏകീകരിച്ച് ജമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ബാബ തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ചും കൂടി ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആരെല്ലാം ഈ സമയത്ത് ഇവിടെ ഉണ്ടോ എല്ലാവരും തിരികെ പോകുന്നതിന് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ബാബ മനസ്സിലാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. കാരണം ആരാണോ എവർ റെഡിയായിട്ടുള്ളത് അവരെപ്പോഴും തയ്യാറായിരിക്കും. വിളി വന്നാൽ തന്നെ ആ സെക്കൻഡിൽ തന്നെ റെഡിയായിട്ട് പോവുക, അർത്ഥം ജമ്പ് കൊടുക്കാൻ കഴിയുക. प्रैक्टिकल में देखा भी न कि ड्रामा के बुलावे पर कितना टाइम लगा. പ്രാക്ടിക്കലായിട്ട് ഇത് കണ്ടല്ലോ, ഡ്രാമയുടെ വിളി അനുസരിച്ച് എത്ര സമയമാണ് എടുത്തത്. പ്രത്യേകിച്ചും ബാബ ഇത് ബ്രഹ്മബാബയുടെ ദേഹം ത്യാഗം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഡ്രാമ അനുസരിച്ച് ഒരു സെക്കൻഡിൽ വിളി വന്നു, ആ സെക്കൻഡിൽ തന്നെ ബാബ വിളിക്കനുസരിച്ച് പറന്നുയർന്നു. അപ്പം അതേപോലെ കുട്ടികളും ആയിത്തീരണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. एक तरफ समेटना, दूसरे तरफ हाई जंप देना, यह दोनों सीन देखी. അതായത് ഒരു ഭാഗത്ത് കാര്യങ്ങളെല്ലാം സ്വരൂപിക്കുക, മറുഭാഗത്ത് ഹൈ ജമ്പ് കൊടുക്കുക. ഈ രണ്ട് സീനും കണ്ടതാണല്ലോ. അതായത് ഒരു ഭാഗത്ത് ബ്രഹ്മബാബ തൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ദാദിയെ ഏൽപ്പിക്കുകയും മറുഭാഗത്ത് ബാബ ഹൈ ജമ്പ് കൊടുത്ത് സൂക്ഷ്മലോകത്തേക്ക് പറന്നുയരുകയും ചെയ്തു. ഇത് രണ്ടും സെക്കൻഡിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, ഡ്രാമ വിളിക്കുന്നതിനനുസരിച്ച് ആ സെക്കൻഡിൽ തന്നെ എല്ലാം വിട്ടിട്ട് ബാബയുടെ അടുത്തേക്ക് പോകുന്നതിന് കുട്ടികൾ തയ്യാറായാണോ വന്നത്, എല്ലാവരും എവർ റെഡിയാണോ ബ്രഹ്മ ബാബയെ പോലെ എന്ന് ചോദിക്കുകയാണ്. യഹ് ഡ്രാമ കിസ് ലിയേ ഹുവ, ഇങ്ങനെയൊരു ഡ്രാമ എന്തിനാണ് നടന്നത്. സിഖലാനെ കേലി, പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ബ്രഹ്മബാബ ദേഹം ത്യാഗം ചെയ്ത് പെട്ടെന്ന് തന്നെ വിളി കേട്ടു, അപ്പോൾ തന്നെ എത്തി. അപ്പോൾ ഇങ്ങനെയൊരു സീൻ എന്തിനു വേണ്ടിയാണ് വന്നത് ബാബ ചോദിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ഡ്രാമയുടെ വിളി വരുമ്പോൾ സെക്കൻഡിൽ തന്നെ എല്ലാം വിട്ടു പറന്നുയരേണ്ടത്,
അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സീൻ നാടകത്തിൽ വന്നത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. तो ऐसे എവർ റെഡി ബന്ന പടേക. അപ്പോൾ കുട്ടികൾ അങ്ങനെ എവർ റെഡി ആകേണ്ടി വരും. അഭി എവർ റെഡിക്ക് ലൈൻ ചാലു ഹോ ഗയി ഹൈ. ഇപ്പോഴെവർ റെഡിയുടെ ലൈൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇസ് ലൈൻ കെ അന്തർ കിസ്കാ ഭി നമ്പർ ആ സക്ത ഹൈ. ഈ ലൈനുള്ളിൽ ആരുടെയും നമ്പർ വരാൻ കഴിയും. जो सभी के संकल्प में है वह कभी नहीं होना है. എന്താണോ എല്ലാവരുടെയും സങ്കല്പത്തിലുള്ളത് അതൊരിക്കലും നടക്കുകയില്ല. അപ്പം ബാബു പറയുകയാണ്, എന്ത് നടക്കാനുണ്ടോ അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. എങ്ങനെ നടക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നു അതേപോലെ എന്തായിരുന്നാലും നടക്കുകയില്ല. അപ്പം ദേഹം വിട്ട് സൂക്ഷ്മലോകത്തേക്ക് പോകുന്നതിനുള്ള ആ ഒരു സിസ്റ്റം ഇപ്പോഴാണ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ബാബു പറയുകയാണ്. ഹോങ്ക ഭീർഭി അനായാസി, സംഭവിക്കുന്നത് അനായാസമായിട്ടായിരിക്കും. യഹ് ബ്രാഹ്മിൺ കുൽ കി രീതി രസം ചാലു ഹോ ചുക്കി. ബ്രാഹ്മണ കുലത്തിൻ്റെ ഈ ആചാരമര്യാദ ആരംഭിച്ചു കഴിഞ്ഞു. യഹ് രീതി രസം ഭി ഡ്രാമാമേ ക്യോം ബനി ഹുയി ഹെ ഉസ്കാ ഭി ബഹുത്ത് ഗുപ്ത് രഹസ്യ ഹെ. ഇങ്ങനെയൊരു സിസ്റ്റവും ഡ്രാമയിൽ എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ വളരെ ഗുപ്തമായ രഹസ്യമുണ്ട്. तो ऐसा पुरुषार्थ पहले से ही कर लो जो फौरन समेट भी सको और जंप भी दे सको. അപ്പം അങ്ങനെയുള്ള പുരുഷാർത്ഥം നേരത്തെ തന്നെ ചെയ്യണം. അതായത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഏകീകരിക്കുകയും വേണം, അതേസമയം ജമ്പ് കൊടുക്കുകയും വേണം. എല്ലാം പാക്കപ്പ് ചെയ്യുകയും വേണം, അതേസമയം ജമ്പ് കൊടുത്ത് മുകളിലേക്ക് ഉയരുകയും വേണം. അങ്ങനെയുള്ള പുരുഷാർത്ഥം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. അങ്ങനെ ശരിയായി എവർ റെഡിയായിട്ടിരിക്കണം എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. സമേറ്റ്നേക്ക് ശക്തി കിസ്മേ ഹോ സക്തി. അങ്ങനെ പവർ ടു പാക്കപ്പ്, ആ ശക്തി ആരിലാണ് വരാൻ കഴിയുന്നത്? ജോ സരൽ സ്വഭാവ് വാലേ ഹോങ്കെ ഉന്മേ സമേറ്റ്നേക്ക് ശക്തി സഹജ് ആസക്തി. ആരുടെ സ്വഭാവത്തിലാണോ സരളതയുള്ളത് അവർക്ക് കാര്യങ്ങളെ പെട്ടെന്ന് തന്നെ പാക്കപ്പ് ചെയ്യാൻ കഴിയും. എല്ലാത്തിൽ നിന്നും മനസ്സിനെയും ബുദ്ധിയും വിടുവിക്കാൻ കഴിയും. അത് സരള സ്വഭാവമാണ് അതിൻ്റെ ആധാരം എന്ന് ബാബു പറയാണ്. ജോ സരൽ സ്വഭാവ് വാല ഹോങ്ക വഹ് സബീ കാ സഹയോഗി ബി ഹോങ്ക. ആരാണോ സരള സ്വഭാവമുള്ളത് അവരെല്ലാവരുടെയും സഹയോഗിയുമായിരിക്കും. जो सभी का स्नेही होता है उसको सभी द्वारा सहयोग प्राप्त होता है. ആരാണോ എല്ലാവരുടെയും സ്നേഹിയായിട്ടുള്ളത് അവർക്ക് എല്ലാവരുടെയും സഹയോഗം പ്രാപ്തമാകും. അപ്പം ബാബു പറയാണ്, ഒന്ന് സരള സ്വഭാവമുള്ളവർക്ക് പാക്കപ്പ് ചെയ്യുന്നതിനുള്ള ശക്തി വളരെ വേഗം വരും. അതേപോലെ ആരാണോ സരള സ്വഭാവമുള്ളവർ അവരെല്ലാവരുടെയും സഹയോഗിയായിരിക്കും. ആരാണോ എല്ലാവരുടെയും സ്നേഹിയായിരിക്കുന്നത് അവർക്കെല്ലാവരുടെയും സഹയോഗവും പ്രാപ്തമാകും. എല്ലാം പരസ്പര ബന്ധമുള്ളതാണ് എന്ന് ബാബു പറയാണ്. സ്നേഹമുണ്ട് എങ്കിൽ സ്നേഹിക്കാൻ പഠിക്കുകയാണെങ്കിൽ സഹയോഗവും പ്രാപ്തമാകും. ഇസ്ലിയെ സഭി ബാത്തോं का सामना करना व समेटना सहज ही कर सकता है. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യുന്നതും അതേപോലെ ഏകീകരിക്കാനും വളരെ എളുപ്പം തന്നെ കഴിയും. और जितना सरल स्वभाव वाले होंगे उतना माया कम सामना करेंगे. സ്വഭാവത്തിൽ എത്രമാത്രം സരളത വരുന്നുണ്ടോ അത്രയും മായയും കുറച്ചേ നേരിടുകയുള്ളൂ. वो सभी को प्रिय लगता है. അവരെ എല്ലാവർക്കും പ്രിയമാണ്. അതായത് സ്വഭാവത്തിൻ്റെ സരളതയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് ബാബ പറയുകയാണ്. സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന സ്വഭാവം എല്ലാവരെയും ആകർഷിക്കും. सरल स्वभाव वाले का व्यर्थ संकल्प कभी नहीं चलता, समय व्यर्थ नहीं जाता. സരള സ്വഭാവമുള്ളവർക്ക് വ്യർത്ഥ സങ്കല്പം ഒരിക്കലും വരികയില്ല.
സമയം വ്യർത്ഥമാകുകയില്ല. व्यर्थ संकल्प न चलने के कारण उनकी बुद्धि विशाल और दूरांदेशी रहती है. വ്യർത്ഥ സങ്കല്പം ഇല്ലാത്തത് കാരണം, വ്യർത്ഥ സങ്കല്പം വരാത്തത് കാരണം അവരുടെ ബുദ്ധി വിശാലവും ദൂരാന്തേശിയുമായിരിക്കും. വളരെയധികം വിശാല ബുദ്ധിയുള്ളവരായിരിക്കും, ദീർഘവീക്ഷണമുള്ളവരായിരിക്കും. കാരണം അവർക്ക് വ്യർത്ഥ സങ്കല്പങ്ങളില്ല. इसलिए उनके आगे कोई भी समस्या सामना नहीं कर सकती. അതുകൊണ്ട് അവരുടെ മുന്നിൽ ഒരു പ്രശ്നവും നേരിടാൻ വരികയില്ല. ജിത്തനി സരളത ഹോങ്കി ഉത്തനി സ്വച്ഛത ഭി ഹോങ്കി. എത്രമാത്രം സരളതയുണ്ടോ അത്രയും ശുദ്ധതയും ഉണ്ടാവും. സ്വച്ഛത സഭി കോ അപ്പനി തരഫ് ആകർഷിത് കർത്തി ഹെ. ശുദ്ധത എല്ലാവരെയും തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കും. സ്വച്ഛത അർത്ഥാത് സച്ചായി ഔർ സഫായി. ശുദ്ധത അർത്ഥം സത്യതയും ശുദ്ധതയും. ബാബ പറയുകയാണ്, സ്വച്ഛത എല്ലാവരെയും തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കും. സ്വച്ഛത അർത്ഥം സത്യതയും ശുദ്ധതയും. सच्चाई और सफाई तब होंगी जब अपने स्वभाव को सरल बनाएंगे. സത്യതയും ശുദ്ധതയും അപ്പോഴേ വരികയുള്ളൂ എപ്പോഴാണോ തൻ്റെ സ്വഭാവത്തെ സരളമാക്കുന്നത്. എപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ സരളമാക്കുന്നുണ്ടോ അപ്പോൾ സത്യതയും ശുദ്ധതയും വരും. सरल स्वभाव वाला बहुरूपी भी बन सकता है. സരള സ്വഭാവമുള്ളവർ ബഹുരൂപിയും ആകാൻ കഴിയും. കോമൾ ചീസ് കോ ജൈസേ ഭി രൂപമേ ലാവോ ആസക്തി. കോമളമായിട്ടുള്ള വസ്തുവിനെ ഏത് രൂപത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചാലും അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ബാബ ഓർമ്മിപ്പിക്കുകയാണ്, സോഫ്റ്റായിട്ടുള്ള ഒന്നിനെ ഏത് രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നു ആ രീതിയിൽ അതിനെ വളയ്ക്കാനും ഒടിക്കാനും ഒക്കെ സാധിക്കും. तो अब गोल्डन बने हो लेकिन गोल्ड को अभी अग्नि में गलाओ तो मोल्ड भी हो सके. അപ്പം ബാബു പറയണ, ഇപ്പം നിങ്ങൾ ഗോൾഡ് ആയിട്ടുണ്ട്, എന്നാൽ ഗോൾഡിനെ ഇപ്പോഴ് അഗ്നിയിൽ ഉരുക്കുകയാണെങ്കിൽ മോൾഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഗോൾഡ് ബാബു പറയുകയാണ്, സ്വർണത്തെ എപ്പോഴും അഗ്നിയിലിട്ടിട്ട് ശുദ്ധമാക്കാറുണ്ടല്ലോ. അപ്പോൾ പ്യുവറായിട്ടുള്ള ഗോൾഡിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാൻ സാധിക്കും. इस कमी के कारण സർവീസ് की सफलता में कमी पड़ती है. ഈ ഒരു കുറവ് കാരണമാണ് സേവനത്തിൻ്റെ വിജയത്തിലും കുറവ് വരുന്നത്. अपने को कैसे मोल्ड करें इसके लिए भट्टी में आए हो. സ്വയം തന്നെ എങ്ങനെ മോൾഡ് ചെയ്യാം അതിനുവേണ്ടിയാണ് ഈ ഭട്ടിയിൽ വന്നത്. एक है मोड़ने की शक्ति और दूसरी है ब्रेक लगाने की शक्ति. मोड़ना भी है तो कितने समय में. അപ്പോൾ ഒന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള ശക്തി, മറ്റൊന്നുണ്ട് ബ്രേക്ക് ഇടുന്നതിനുള്ള ശക്തി. അവരെ അഡ്ജസ്റ്റ് ചെയ്യുക, അതും എത്ര സമയം കൊണ്ട്. भले मोड़ना आता भी है लेकिन कहाँ कहाँ समय बहुत लग जाता है. അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം, പക്ഷേ ചിലപ്പോഴൊക്കെ സമയം ഒരുപാട് എടുക്കുന്നുണ്ട്. भट्टी से समय न लगे वह संकल्प करना है. സമയം എടുക്കരുത്, അങ്ങനെയുള്ള സങ്കല്പമാണ് ചെയ്യേണ്ടത്. അപ്പം ബാബറെ സ്വയം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മോൾഡ് ചെയ്ത് വരുന്നതിന് സമയം കൂടുതലെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്വയം മോൾഡായി വരണം, അഡ്ജസ്റ്റായി വരണം. അങ്ങനെയുള്ള സങ്കല്പമാണ് എടുക്കേണ്ടത്. സങ്കല്പ് കിയ ഔർ സിദ്ധ ഹുവ. സങ്കല്പിക്കുമ്പോൾ തന്നെ അത് സിദ്ധമാകണം. भट्टी से ऐसा बन करके निकलना है जो हर संकल्प हर शब्द सिद्ध हो.
ഭട്ടിയിൽ നിന്ന് അങ്ങനെ ആയിട്ട് വേണം പുറത്തേക്ക് വരാൻ. അതായത് ഓരോ സങ്കല്പവും ഓരോ ശബ്ദവും സിദ്ധമാകണം. ബാബൻ നമ്മൾ ബാബയുടെ ഓർമ്മയില്ല ഭട്ടിയിലിരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ സങ്കല്പവും ഓരോ ശബ്ദവും സിദ്ധമാകുന്ന രീതിയിൽ പരിവർത്തനപ്പെട്ടിട്ട് വേണം പുറത്തേക്ക് വരാനെന്ന്. वह लोग रिद्धि सिद्धि प्राप्त करते हैं, लेकिन यहाँ योग की रिद्धि सिद्धि है. അപ്പോൾ ഭക്തി മാർഗത്തിൽ അവർ റിദ്ധി സിദ്ധി പ്രാപ്തമാക്കുന്നുണ്ട്, എന്നാൽ ഇവിടെ യോഗത്തിൻ്റെ റിദ്ധി സിദ്ധിയുമാണ്. യാദ് കി റിദ്ധി സിദ്ധി ക്യാ ഹോത്തി ഹേ വഹ് സീഖ്ന ഹേ. ഓർമ്മയുടെ റിദ്ധി സിദ്ധിയും എന്താണ് അത് പഠിക്കണം. जो सिद्धि को प्राप्त होते हैं उनके संकल्प शब्द और हर कर्म सिद्ध होता है. ആരാണോ സിദ്ധിയെ പ്രാപ്തമാക്കുന്നത് അവരുടെ സങ്കല്പവും ശബ്ദവും ഓരോ കർമ്മവും സിദ്ധമാകും. ഏക സങ്കല്പ ഭി വ്യർത്ഥ നഹി ഉഠേഗ. ഒരു സങ്കല്പം പോലും വ്യർത്ഥമാകുകയില്ല. അപ്പം ബാബു പറയുകയാണ്, സിദ്ധിയെ പ്രാപ്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സങ്കല്പവും ശബ്ദവും കർമ്മവും സിദ്ധമാകും. വ്യർത്ഥമായിട്ട് ഒരു സങ്കല്പവും അവരിൽ വരില്ല. സങ്കല്പ് വഹ് ഉഠേങ്കെ ജോ സിദ്ധ ഹോങ്കി. അങ്ങനെയുള്ള സങ്കല്പമേ അവരിൽ വരികയുള്ളൂ, ഏതാണോ സിദ്ധമാകേണ്ടത്. സർവീസബിൾ ഉസ്കോ കഹാ ജാത്ത ഹേ जिसका एक भी संकल्प बिना सिद्धि के न जाए. സർവീസബിൾ എന്ന് അവരെയാണ് പറയുന്നത് ആരുടെയാണോ ഒരു സങ്കല്പം പോലും സിദ്ധിയാകാതെ പോകരുത്. ഓരോ സങ്കല്പവും സിദ്ധമാകണം. അതായത് അതേപോലെ നടക്കണം, വിചാരിക്കുന്ന അതേപോലെ നടക്കുക നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതാണ് ബാബു പറയുന്നത്, സങ്കല്പത്തിൻ്റെ സിദ്ധി. ഒരു സങ്കല്പം പോലും സിദ്ധമാകാതെ പോകാൻ പാടില്ല. अथवा ऐसा कोई संकल्प न उठना चाहिए जो सिद्धि होने वाला न हो. അങ്ങനെ ഒരു സങ്കല്പവും ഉയരാൻ പാടില്ല, അതായത് അത് സിദ്ധമാകുകയില്ല. സിദ്ധമാകാത്ത ഒരു സങ്കല്പം പോലും മനസ്സിൽ ഉയരാൻ പാടില്ല. ആപ്കെ ഏക് ഏക് സങ്കല്പ കി വാല്യൂ ഹെ. നിങ്ങളുടെ ഓരോരോ സങ്കല്പത്തിനും വാല്യൂ ഉണ്ട്. लेकिन जब अपनी वैल्यू को खुद रखेंगे तब अनेक आत्माएं भी आप रत्नों की वैल्यू को परखेंगी. आपके एक एक संकल्प की वैल्यू है, लेकिन जब अपनी वैल्यू को खुद रखेंगे तब अनेक आत्माएं भी आप रत्नों की वैल्यू को परखेंगी. നിങ്ങളുടെ ഓരോരോ സങ്കല്പത്തിനും വിലയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വില കൊടുക്കുമ്പോഴേ സ്വയം തന്നെ ആ വില മനസ്സിലാക്കിയാലേ അനേക ആത്മാക്കളും രത്നങ്ങളാകുന്ന നിങ്ങളുടെ വിലയെ തിരിച്ചറിയുകയുള്ളൂ. അപ്പം ബാബ പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. നമ്മുടെ ഓരോ സങ്കല്പങ്ങൾക്കും വളരെയധികം വിലയുണ്ട്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ സങ്കല്പങ്ങളെയും നമ്മുടെ മഹത്വത്തെയും മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റനേകം പേര് നമ്മുടെ വിലയെ മഹത്വത്തെ തിരിച്ചറിയുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ എന്ന് ബാബു പറയുകയാണ്. ഇസ് ഭട്ടി സെ ഹരേക് കാ ചൈതന്യ മ്യൂസിയം ബൻകർ നികലെ. ഈ ഭട്ടിയിലൂടെ ഓരോരുത്തരും ചൈതന്യ മ്യൂസിയമായിട്ട് വേണം പോകാൻ. और म्यूजियम तो बहुत बनाए, लेकिन अब एक एक को अपने चेहरे को ചൈതന്യ മ്യൂസിയം बनाना है. അപ്പം ബാബു പറയുകയാണ്, മ്യൂസിയം വളരെയധികം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ഓരോരുത്തരും തൻ്റെ മുഖത്തെ ചൈതന്യ മ്യൂസിയം ആക്കണം. ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുഖത്തെ ചൈതന്യ മ്യൂസിയം ആക്കണം. इस चैतन्य चेहरे के म्यूजियम में कितने चित्र हैं. ഈ ചൈതന്യ മുഖത്തിൻ്റെ മ്യൂസിയത്തിൽ എത്ര ചിത്രമുണ്ട്. इस चेहरे के म्यूजियम में कौन कौन से चित्र फिट करेगी.
ഈ മുഖത്തിൻ്റെ മ്യൂസിയത്തിൽ ഏതേതെല്ലാം ചിത്രങ്ങൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ ബാബ ഇവിടെ മ്യൂസിയമായിട്ട് പറയുന്നത് നമ്മുടെ മുഖത്തെയാണ്. അപ്പോൾ ഈ മുഖത്തിൻ്റെ മ്യൂസിയത്തിൽ ഏതേതെല്ലാം ചിത്രങ്ങളാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. म्यूज़ियम में पहले चित्रों की फिटिंग करते हैं, बाद में डेकोरेशन होता है, फिर उद्घाटन कराना होता है, फिर ओपिनियन लेना होता है. ഇപ്പോൾ സാധാരണ മ്യൂസിയത്തിൽ ആദ്യം ചിത്രങ്ങൾ ഫിറ്റ് ചെയ്യും, അതിനുശേഷം അത് ഡെക്കറേറ്റ് ചെയ്യും, പിന്നെ അത് ഉദ്ഘാടനം ചെയ്യിക്കും, പിന്നീടാണ് ഒപ്പീനിയൻ എഴുതിക്കാറുള്ളത്. तो आपके इस चैतन्य म्यूज़ियम में 3 मुख्य चित्र हैं. നിങ്ങളുടെ ഈ ചൈതന്യ മ്യൂസിയത്തിൽ മുഖ്യമായിട്ട് 3 ചിത്രങ്ങളുണ്ട്. ഭ്രുക്കുട്ടി, നയൻ और മുഖ്. അതായത് ഒന്ന് ഭ്രുക്കുട്ടി, രണ്ടാമത്തേത് കണ്ണുകൾ, മൂന്നാമത്തേത് മുഖം. ഇതാണ് ബാബ പറയുന്ന നമ്മുടെ മുഖം, അതായത് മ്യൂസിയം. इन द्वारा ही आपकी स्मृति, वृत्ति, दृष्टि और वाणी का मालूम पड़ता है. അപ്പം ഇതിലൂടെയാണ് നിങ്ങളുടെ സ്മൃതി, അതുപോലെ വൃത്തി, ദൃഷ്ടിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. ഇതാണ് ചൈതന്യ മ്യൂസിയം. അപ്പോൾ ഈ ചൈതന്യ മ്യൂസിയത്തിൽ മുഖ്യമായിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ ബാബു പറയുന്ന മുഖ്യമായിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഒന്ന് ഭ്രുക്കുട്ടി, രണ്ടാമത്തേത് നയനം, മൂന്നാമത്തേത് മുഖം. जैसे त्रिमूर्ति, लक्ष्मी नारायण और सीडी, यह 3 मुख्य चित्र है ना. അപ്പം ബാബു പറയുന്ന പേതുപോലെ ത്രിമൂർത്തി, ലക്ഷ്മി നാരായൺ, 84 ജന്മത്തിൻ്റെ ഏണിപ്പടി, ഈ 3 മുഖ്യമായിട്ടുള്ള ചിത്രങ്ങളുണ്ടല്ലോ. ഇസ്മേ സാരാ ജ്ഞാൻ ആ ജാത്ത, ഇതിൽ മുഴുവൻ ജ്ഞാനവും വരും. वैसे ही इस चेहरे के अंदर यह चित्र अनादि फिट है. അതേപോലെ ഈ മുഖത്തിനുള്ളിൽ ഈ ചിത്രം അനാദിയായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ബാബ 3 ചിത്രങ്ങൾ അനാദിയായിട്ടുള്ളതാണ്. അതായത് ഭ്രുക്കുടി, അതേപോലെ കണ്ണുകൾ, മുഖം. ഈ 3 ചിത്രവും അനാദിയായി ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. इनकी ऐसी डेकोरेशन हो जो दूर से यह चित्र अपने तरफ आकर्षण करे. അപ്പോൾ ഈ 3 ചിത്രങ്ങളെ നമ്മൾ അങ്ങനെ അലങ്കരിക്കണം, വളരെ ദൂരെ നിന്ന് തന്നെ ഈ ചിത്രം തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കണം. ആകർഷൺ ഹോനേക്ക് ബിന രഹ് നഹീ സക്കേങ്കെ. ആകർഷണമില്ലാതെ ആകർഷിക്കാതിരിക്കാൻ കഴിയരുത്. അത്രയും അത് അലങ്കരിതമാക്കണം ഈ 3 ചിത്രങ്ങളെയും. വളരെ ദൂരത്ത് നിന്ന് തന്നെ എല്ലാവരും ഓടിയെത്തണം ഇത് കാണുന്നതിന് വേണ്ടി. आप लोग म्यूज़ियम बनाते हो तो कोशिश करते हो ना कि चित्र ऐसे डेकोरेट हो जो दूर से आकर्षण करे, किसको बुलाना भी न पड़े. അപ്പം നിങ്ങൾ മ്യൂസിയം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രമിക്കാറുണ്ടല്ലോ, അതായത് ചിത്രം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, വളരെ ദൂരെ നിന്ന് തന്നെ എല്ലാവരുടെയും ദൃഷ്ടി ചിത്രത്തിലേക്ക് വരണം, ആരെയും വിളിക്കാതെ തന്നെ അവരിവിടെ എത്തണം. അത്രയും ശ്രദ്ധ കൊടുത്താണല്ലോ മ്യൂസിയം ഡെക്കറേറ്റ് ചെയ്യുന്നത്. വൈസേ ഹി ആപ്പ് ഹറേക്ക് കോ അപ്പന മ്യൂസിയം ഐസ തയ്യാർ കർണ. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും തൻ്റെ മ്യൂസിയം അങ്ങനെ തയ്യാറാക്കണം. അതായത് മ്യൂസിയത്തിലെ ചിത്രങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മുഖമാകുന്ന മ്യൂസിയം. അതായത് നമ്മുടെ ഭ്രുക്കുട്ടിയും അതേപോലെ കണ്ണുകളും മുഖവും, ഇത് 3മാണ് ചിത്രം. അപ്പോൾ ഈ ചിത്രം നമ്മൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, അതായത് മറ്റുള്ളവർ ദൂരത്തുനിന്ന് തന്നെ ആകർഷിച്ച് നമ്മളുടെ അടുത്തേക്ക് എത്തണം. जो कुछ सुना है उसको गहराई से सोच करके एक एक रग में समा देना है. എന്തെല്ലാം ഇതുവരെ കേട്ടോ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ച് നമ്മുടെ ഓരോ രോമകൂപങ്ങളിലേക്കും അത് വരണം. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ താളങ്ങളിലേക്കും അതങ്ങനെ ലയിക്കണം, അത് നമ്മുടേതായി തീരണം. जिन्होंने जितना गहराई से सुना है उतना अपने चलन में प्रत्यक्ष रूप में लाया है.
ആര് എത്രമാത്രം ആഴത്തിലേക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അതിനനുസരിച്ച് അവരുടെ ചലനത്തിലും പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാബ കേൾപ്പിക്കുന്ന മുരളി അതെത്രമാത്രം ആഴത്തിലാണ്, അതിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഗഹനത എത്രമാത്രം ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടോ അത്രയും തൻ്റെ ജീവിതത്തിലേക്കും അത് വരും പ്രത്യക്ഷ രൂപത്തിൽ. അത് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. उन संस्कारों को प्रत्यक्ष करने के लिए एक एक बात की गहराई में जाओ और अपने एक एक रग में वह संस्कार समाओ. ആ സംസ്കാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി ഓരോരോ കാര്യത്തിൻ്റെയും ആഴത്തിലേക്ക് പോകും. എന്നിട്ട് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോരോ സംസ്കാരവും നമ്മുടെ ഉള്ളിൽ അതങ്ങനെ കൊണ്ടുവരൂ, നമ്മുടെ ഉള്ളിൽ അതങ്ങനെ ലയിച്ചു ചേരണം, അത് മാറാൻ പാടില്ല, വേറിടാൻ പാടില്ല. कोई भी चीज़ को किसमें समाना होता है तो क्या करना होता है. ഏതൊരു വസ്തുവിനെയും മറ്റൊന്നിലേക്ക് ഒതുക്കണമെങ്കിൽ, ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? एक तो गहराई में जाना होता है और अंदर दबाना होता है, कूटना पड़ता है. അതായത് ഒന്ന് അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും, മറ്റൊന്ന് അത് ഉള്ളിലേക്ക് അമർത്തേണ്ടി വരും, പിന്നെ അതിനെ ഉറപ്പിക്കേണ്ടി വരും. അപ്പം ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ബാബ കേൾപ്പിക്കുന്ന ഓരോ കാര്യവും വരണമെങ്കിൽ നമ്മൾ അത്രമാത്രം ആഴത്തിൽ അതിന് ശ്രദ്ധ കൊടുക്കണം, അത് നമ്മുടേതാക്കി മാറ്റണം. ആ ഒരു സംസ്കാരം ഒരിക്കലും നമ്മളിൽ നിന്ന് പോകാത്ത വിധമായി തീരണം. അതിനാണ് ബാബ ഒരു ഉദാഹരണം പറഞ്ഞത്. ഏതെങ്കിലും ഒരു വസ്തുവിനെ വേറൊന്നിലേക്ക് ആക്കണമെങ്കിൽ നമ്മളൊന്ന് അതിൻ്റെ ആഴത്തിലേക്ക് പോയി അതിനെ അമർത്തി പിന്നെ അതിനെ ഉറപ്പിക്കേണ്ടി വരും, ഇടിച്ചുറപ്പിക്കേണ്ടി വരും. അപ്പോഴാണ് ഒരു വസ്തു വേറൊരു വസ്തുവിലേക്ക് ഒതുക്കാൻ നമുക്ക് കഴിയുന്നത്, അല്ലെങ്കിൽ ഇറക്കി വയ്ക്കാൻ കഴിയുന്നത്. അപ്പം അതേപോലെ തന്നെ ബാബ കേൾപ്പിക്കുന്ന മുരളിയുടെ ഓരോരോ ശബ്ദങ്ങളും നമ്മളിലേക്കത് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു, നമ്മളിലേക്കത് ലയിപ്പിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടേതായി അത് മാറ്റേണ്ടിയിരിക്കുന്നു. കൂട്ടന അർത്ഥാത് ഹരേക്ക് ബാത്തുക്കോ മുഹീൻ ബനാന. അതിനെ ഇടിച്ചുറപ്പിക്കുക അർത്ഥം ഓരോ കാര്യത്തെയും വളരെ മുഹീനാക്കുക. इस भट्टी से संस्कारों को प्रत्यक्ष रूप में लाने की प्रतिज्ञा करके निकलना है. ഈ ഭട്ടിയിൽ നിന്ന് സംസ്കാരത്തെ പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭട്ടിയിൽ നിന്ന് സംസ്കാരങ്ങളെ പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യണം. അതായത് നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മളത് പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കുന്നില്ല. എന്തു വന്നിരുന്നാലും എനിക്കത് ചെയ്യണം, അങ്ങനെ ഒരു സങ്കല്പം എടുക്കണം. അതിനെയാണ് കൂട്ടിന, അതായത് ഇടിച്ചുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ജിത്തന ബാപ് കോ പ്രത്യക്ഷ കരേങ്കെ ഉത്തന ഖുദ് കോ പ്രത്യക്ഷ കരേങ്കെ. എത്രമാത്രം ബാബയെ പ്രത്യക്ഷമാക്കുന്നു അത്രയും സ്വയം തന്നെ പ്രത്യക്ഷമാക്കും. बाप को प्रत्यक्ष करने से आपकी प्रत्यक्षता बाप के साथ ही है. ബാബയെ പ്രത്യക്ഷമാക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രത്യക്ഷത ബാബയോടൊപ്പം തന്നെയാണ്. ഐസ ബന്ന ഔർ ഫിർ ബനാന ഹെ. അങ്ങനെ ആകുകയും പിന്നെ ആക്കുകയും വേണം. അപ്പം ബാബ പറയുകയാണ്, ബാബയെ പ്രത്യക്ഷമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യക്ഷതയാണ്. ബാബയോടൊപ്പം നമ്മുടെ പ്രത്യക്ഷത സ്വതവേ തന്നെ ആകുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം അങ്ങനെ ആകുകയും മറ്റുള്ളവരെ ആക്കുകയും വേണം. അപ്പോൾ ശരിക്കും നമ്മുടെ സംസ്കാരത്തിലേക്ക് ബാബ പറയുന്ന ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അതായത് നമ്മുടെ മുഖം ബാബയെ പ്രത്യക്ഷമാക്കണം. ആ 3 ചിത്രങ്ങൾ ബാബ പറഞ്ഞിരുന്നല്ലോ, ഭ്രുക്കുട്ടി, അതുപോലെ കണ്ണുകൾ, പിന്നെ മുഖം. അപ്പോൾ ഈ 3 ചിത്രങ്ങൾ നമ്മൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് സ്വതവേ തന്നെ ആ ഒരു ഈശ്വരീയ ആകർഷണം ഉണ്ടായി ബാബയുടെ പ്രത്യക്ഷത വരണം. അതാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. ഓം ശാന്തി.